വെക്കേഷൻ ആയിട്ട് താജ്മഹൽ കാണാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിൽ നിന്ന് ആഗ്രാഖണ്ഡിലേക്ക് ഡെയിലി പോകുന്ന രണ്ട് ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കേരള എക്സ്പ്രസ്, രണ്ടാമത്തെ മംഗള എക്സ്പ്രസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ട്രെയിൻ അതിൽ നിങ്ങൾക്ക് കയറാം. ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം 900 രൂപ അടുപ്പിച്ചാണ്. സ്ലീപ്പർ കോച്ചിന്റെ ആണ്. ട്രെയിൻ കയറുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളിയാഴ്ച അവിടെ അവധിയായിരിക്കും, ചെന്ന് കയറി കൊടുക്കരുത്. രണ്ടാമത്തെ കാര്യം, പലരും വിചാരിക്കുന്നത് ഡൽഹിയിലാണ് ഈ താജ്മഹൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഡൽഹി പോയി ഇറങ്ങും. സത്യത്തിൽ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് ഏകദേശം 3.5 മണിക്കൂർ യാത്രയാണ്. ഈ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ട്രെയിനിൽ ചെലവഴിക്കേണ്ട സമയം ഏകദേശം 42 to 44 മണിക്കൂർ വരെയാണ്. താജ്മഹലിന്റെ എൻട്രി ടിക്കറ്റ് പരമാവധി ഓൺലൈനായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഏകദേശം 45 രൂപയാകും. ഇനി ആ സൈറ്റ് അറിയില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ഇടൂ എന്നൊന്നും പറയുന്നില്ല, മെസ്സേജ് ഇട്ടാൽ മതി. പറഞ്ഞു ട്രെയിനിലെ ഫുഡിന്റെ ചെലവൊന്നും ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് കൊണ്ടുപോയുണ്ട്, ഞങ്ങൾക്ക് ചെലവ് കുറവായിരുന്നു. വെറുതെ എപ്പോഴും 15 രൂപയും കൊടുത്ത് ട്രെയിനിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇടയിലൊക്കെ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളാണ്. 5 രൂപ എടുത്ത 1 ലിറ്റർ വെള്ളവും കിട്ടും. അങ്ങനെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം രാവിലെ തന്നെ ആഗ്രാഖണ്ഡിലെത്തി. ഇവിടെ നിന്നാണ് ഓരോ ഉടായ്പകൾ തുടങ്ങുന്നത്. ഓരോരുത്തന്മാർ വന്നിട്ട് പറയും, ഞങ്ങൾ കൊണ്ടുപോകാം സാർ, ബാഗൊക്കെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചിരിക്കാം സാർ, 1000 രൂപ തന്നാൽ മതി സാർ, ചെന്ന് ചാടി കൊടുക്കരുത്. നിങ്ങളെ ബാഗ് എല്ലാം വെക്കാൻ വേണ്ടി റൂം എടുക്കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ലോക്കർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു ബാഗിന് 20 രൂപ വെച്ചേ ആവത്തുള്ളൂ. സ്റ്റേഷന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഓട്ടോറിക്ഷകൾ കാണും. അത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് താജ്മഹൽ വരെയുള്ള ദൂരം 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 8 പേർക്ക് ഓട്ടോ ചാർജ് വന്നത് 150 രൂപയാണ്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. എന്നാലും ക്യൂ നിൽക്കണം. ചെക്ക് ചെയ്തിട്ട് ഇനി അകത്തോട്ട് കയറ്റി വിടത്തും. ചെറിയ സൈഡ് ബാഗിൽ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് ഇത്തിരി വലുതായി പോയി. ഞങ്ങളെ കയറ്റി വിട്ടില്ല. ഇത് വെക്കാൻ ഞങ്ങൾ അവിടെ എല്ലാം കിടന്ന് കറങ്ങി. അതുകൊണ്ട് നിങ്ങളും സൂക്ഷിക്കുക. കവാടത്തിലെത്തിയിട്ട് നടന്ന് അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് വാടാ ഈ പടച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോ. ലോകത്ത് 7 അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒരു അത്ഭുതം നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുകയും. നിങ്ങൾ കപ്പിൾസ് ആയിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ എന്തായാലും നിർബന്ധം. പിന്നെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഇതായി. താജ്മഹലിന്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇഷ്ടമുള്ളവർക്ക് കയറാം. എന്റെ ഒരു അഭിപ്രായത്തിൽ താജ്മഹലിന്റെ ഭംഗി എപ്പോഴും വെളിയിൽ നിന്ന് കാണാൻ. താജ്മഹലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയും പിടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. എല്ലാ ദിവസവും 10:30 അവിടുന്ന് നാട്ടിലേക്കുള്ള ട്രെയിനും. ഇനിയും നിങ്ങൾ താജ്മഹൽ കാണാൻ പോയില്ലേ മോശമാണ്. പിന്നെ ഞങ്ങൾ ടീമിൽ കയറണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേ കേട്ടാ.